ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ആ, പല ആൾക്കാരും ചോദിച്ച കമൻറ്റുകൾ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ച ഒരു വിഷയത്തിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഒരേ പ്രോഡക്റ്റിന് ഓരോ കടയിലും ഓരോ വില എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള വിലകൾ ഓരോ കടകളിലും മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ കടകളിലും സാധനം വരുന്നത് ഓരോ സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ ഒരു കടയിൽ സാധനം വരുന്നത് എറണാകുളത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത കടയിൽ അതേ സാധനം വരുന്നത് ചിലപ്പോൾ തമിഴ്നാട്ടിൻ്റെ എവിടെ നിന്നെങ്കിലും ആവാം. അപ്പോൾ ഇവരെടുക്കുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങുന്ന ഡീലേഴ്സ് വേറെ വേറെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വില വ്യത്യാസം വരുന്നുണ്ട്. കാര്യം, ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ആൾക്കാർക്ക് അത്രയും ഷിപ്പിംഗ് ചാർജും കൊറിയർ ചാർജും കൊടുത്താൽ മതി. പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് അത്രയും ദൂരം കൊള്ളണം. അപ്പോൾ അവർക്ക് അത്രയും ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ ബൾക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു 1000 പീസ്, ഇപ്പോൾ സബ് ബൂഫർ ആണെന്ന് വിചാരിച്ചു, 1000 പീസ് എടുക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ആ സമയത്ത് ഒരു 1000 എടുക്കുന്നതിൽ ഒരു 10-15 പീസ് ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡാമേജ് വരുന്നത് കമ്പനിക്കാർ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല, അവർ റീപ്ലേസ് ചെയ്യുന്നില്ല. ഡാമേജ് വരുന്നത് കടക്കാർക്ക് തന്നെയാണ് നഷ്ടം. അപ്പം അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു നഷ്ടം അവർ സഹിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം, അത് കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ഇപ്പോൾ ഒരു സബ് ഓഫറിന് 4500 രൂപയാണെന്നുണ്ടെങ്കിൽ 4500 രൂപ അവരെ കയ്യിൽ നിന്ന് നഷ്ടം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് ആയാലും, ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റ് ആയാലും അങ്ങനെയല്ല. അപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള പല കടകളിലും പോകുമ്പോൾ അത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പം ജിടെക്കിൻ്റെ ക്യാബിനറ്റ്, ജിടെക്കിൽ നിന്ന് കൊറിയർ വരുന്ന സമയത്ത് ഒരു 20 എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒന്നോ രണ്ടോ ഒക്കെ ഡാമേജ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെട്ട ക്യാബിനറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും പരിചയമുള്ള ആർക്കെങ്കിലും കൊടുക്കും. ചെറിയ ചെറിയ വർക്ക് ഇപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാർക്ക് പറയുമ്പോൾ ക്യാബിനറ്റ്, ചെറിയ പ്രശ്നമുള്ള ക്യാബിനറ്റ് ഉണ്ട്, കറക്റ്റ് വില കുറച്ച് തരാമെന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ക്യാബിനറ്റ് അവർക്ക് നല്ല രീതിയിൽ നല്ല വില കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളും ഈ വില വ്യത്യാസത്തിന് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് പല കടകളിലും. അത് പോയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്പീക്കറുകളോ ക്യാബിനറ്റുകളോ ഇതൊന്നും MRP പ്രൈസ് കൊടുക്കുന്ന വിലയ്ക്കല്ല നിങ്ങളെ തരുന്നത്. കാര്യം, ജെ ബി എല്ലിൻ്റെ സബ് വൂഫർ എടുത്തിട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമസോ സോണി എക്സ്പ്ലോറൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ MRP നോക്കിക്കഴിഞ്ഞാൽ ആ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും തരാൻ പറ്റില്ല, നിങ്ങൾ ഒരിക്കലും അത് വാങ്ങില്ല. കാര്യം, ജെ ബി എല്ലിൻ്റെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7000 രൂപയ്ക്ക് മുകളിലോട്ടൊക്കെയാണ് അതിൻ്റെ MRP പ്രൈസ് കിടക്കുന്നത്. ആ ഒരു പ്രൈസിൽ ജെ ബി എൽ വേണമെങ്കിൽ കടക്കാർക്ക് വിൽക്കാം. ഇപ്പം നിങ്ങൾ കാർ അക്സസറീസ് ഷോപ്പുകളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ജെ ബി എൽ ഈ പറയുന്ന MRP പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. കാര്യം, അവർക്ക് അത്രയും ചിലവാണ്. കാര്യം വലിയ ഷോറൂമായിരിക്കും, അത്രയും സ്റ്റാഫുകൾ വേണം, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തായാലും അവർക്ക് MRP പ്രൈസ് ഈടാക്കിയേ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ കടകളൊക്കെ ആകുമ്പോൾ MRP പ്രൈസ് അവരെടുക്കാറില്ല. കാര്യം, അറിയാം, നിങ്ങൾക്കറിയാം, സബ് ഓഫറിന് ജെ ബി എല്ലിൻ്റെ സബ് ഓഫറിന് 4700 4800 ആ റേഞ്ചിനകത്തൊക്കെയാണ് വില നടക്കുന്നത്. ഇപ്പോൾ സോണി എക്സ്പ്ലോർഡ് ആയാലും അതിങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഒരു വിലയ്ക്ക് ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഓരോ തരത്തിലുള്ള ഓരോ ആൾക്കാരുണ്ട്. അവർ പോയിട്ട് വളരെ ചീപ്പായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. വളരെ ചീപ്പ്. ജെ ബി എല്ലിൻ്റെ സബ് ഓഫറിനൊക്കെ മാക്സിമം അവർക്ക് കുറച്ചെടുക്കാൻ പറ്റുന്ന പ്രൈസാണ് ഈ പറയുന്ന 4700 4600 പക്ഷെ ആമസോണിൽ അതിനായാലും കുറച്ചുകൂടെ വില കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആമസോണിൽ നിന്ന് നമ്മൾ സാധനം എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ചില സെല്ലേഴ്സിൻ്റെ എടുത്താൽ മാത്രമേ അവർ, അതായത് അവരുടെ ആ ഒരു അതറൈസ്ഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട്, ആ സെല്ലേഴ്സിൻ്റെ എടുത്താൽ മാത്രമേ അവർ വാറണ്ടി തരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചാടിക്കയറി 3000 രൂപയ്ക്ക് ജെ ബി എൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാടിക്കയറി അതിനെ എടുക്കും. അത് വളരെ ഓൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് നാൾ പഴക്കമുള്ളതൊക്കെ ആയിരിക്കും അവർ ഈ പറയുന്ന 3000 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്. നമ്മളത് ചാടിക്കയറി എടുക്കുന്നു. ഒരു സോണി ആയാലും ജെ ബി എല്ലിൽ ഏതായാലും പയനിയറിൽ ഏതായാലും നമ്മൾ ചാടിക്കയറി എടുക്കും. പിന്നീട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു പ്രശ്നം പറ്റി എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. സർവീസിന് വേണ്ടി പോകുമ്പോൾ അവർ എടുക്കത്തില്ല. കാര്യം, ഇതാണ് കാരണം, അവരുടെ അതോറൈസ്ഡ് ആയിട്ടുള്ള സെല്ലറിൻ്റെ നല്ല നമ്മളത് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്.
അതിപ്പോ സ്പീക്കേഴ്സിന്റെ കേസ് മാത്രമല്ല, ഇപ്പൊ AVR ഒക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട് ആമസോണിൽ നിന്നൊക്കെ. അവിടെയും ഇതേ സംഭവമാണ് സംഭവിക്കുന്നത്. കാര്യം എൻ്റെ ഒരു കൂട്ടുകാരന് അനുഭവം പറ്റിയതുകൊണ്ട് അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളത് പറയുന്നത്. പിന്നെയുള്ളത് വളരെ ചീപ്പ് ബാർഗെയിനിങ് ആണ്. സാധനം ഇപ്പോൾ ഓരോ കടകളിൽ വന്നിട്ട് സാധനം വാങ്ങിയിട്ട് ഇപ്പോൾ ചെമ്പിയുടെ മോഡലുണ്ട്, അതിന് 1750 വില. 1650 പ്ലസ് 100 കൊറിയർ ചാർജ് വരുന്നുണ്ട്. അത് അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് കടയിലാണ് വാങ്ങുന്നതെങ്കിൽ ചെമ്പിയുടെ ആ ഫ്രീ ആമ്പിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 1650 അത് വന്നിട്ട് 1000 രൂപ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 1000 രൂപ കടക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും ലാഭം വേണ്ടി. നമ്മളെപ്പോലെ ജീവിക്കാനാണ് അവൻ ഇരിക്കുന്നത്. ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് പോകണം. നിങ്ങളൊരു വർക്കിന് പോയി, അപ്പൊ നിങ്ങളുടെ ശമ്പളം എന്ന് വെച്ചാൽ 1200 രൂപയാണ് നിങ്ങളുടെ ശമ്പളം. അത് പോയിട്ട് നിങ്ങൾ ആ വീട്ടിലെ ഓണർ ചോദിക്കണം, നിങ്ങൾക്ക് ഞാനൊരു 900 തന്നാൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. നിങ്ങൾ ആ പൈസ ഫുള്ള് വാങ്ങിയിട്ടേ പോകുള്ളൂ. അതേ അവസ്ഥയിലാണ് കടയിലിരിക്കുന്ന ആൾക്കാർ. നിങ്ങളെപ്പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും ഈ ഒരു ക്യാഷ് കിട്ടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ എന്തെങ്കിലും ലാഭം ഉണ്ടാവണം. ചിലപ്പോൾ അവർക്ക് ഈ പറയുന്ന മോഡുകൾ ചിലപ്പോൾ 1400 രൂപയ്ക്കോ 1300 രൂപയ്ക്കോ ആയിരിക്കും കിട്ടുന്നത്. അവരൊരു 200-300 രൂപ നിങ്ങളിൽ നിന്ന് കൂടുതൽ വാങ്ങുന്നു. കാര്യം അവർക്കും ഒരുപാട് റിസ്ക് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറിയർ പോയി വാങ്ങണം, അല്ലെങ്കിൽ കൊറിയർ അയക്കണം, അത് വരണം. പിന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് 100-200, ചില സാധനത്തിന് 10-20 രൂപയൊക്കെയാണ് അവർക്ക് ലാഭം കിട്ടുന്നത്. എത്ര പേർക്ക് വിറ്റാലാണ് അവർക്ക് ഒരു ദിവസം ഈ പറയുന്ന 1000-2000 രൂപ ശമ്പളം കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കൂടാതെ തന്നെ ഇപ്പൊ കായലപ്പുറം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഡെയിലി 1000-1500 രൂപയാണ് ഒരു കടയുടെ റെന്റ്. ഒരു മാസം തന്നെ 10-45 രൂപ അവർക്ക് റെന്റ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പൈസയൊക്കെ അവർ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? നിങ്ങളെ പോലെയുള്ള ആൾക്കാർ സാധനം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം തന്നെയാണ് അവർ വീട്ടിൽ ചോറ് കഴിക്കുന്നതും ഈ പറയുന്ന കടക്കാർക്കും ഈ ഓണേഴ്സിനൊക്കെ വാടക കൊടുക്കുന്നതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങുന്ന പൈസ തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കടയ്ക്കും വേണ്ടിയിട്ടല്ല, ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനായാൽ പോലും ഞാൻ എത്രയോ ഇപ്പോൾ SM ഇലക്ട്രോണിക്സിന്റെ, AB ഇലക്ട്രോണിക്സിന്റെ, രോഹിണി ഇലക്ട്രോണിക്സിന്റെ, ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സനോജ് ചേട്ടൻ്റെ, നമ്മുടെ യൂണിവേഴ്സലിന്റെ, അവരെയൊക്കെ വീഡിയോ, വിനോദ് തൃത്താല, അവരെയൊക്കെ ബോഡി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെ നിന്നൊക്കെ ഇതുവരെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു സാധനം വാങ്ങിയിട്ടില്ല. ഞാൻ അവരെ കയ്യിൽ നിന്ന് കടയിൽ സാധനം വാങ്ങാൻ പോയാൽ ഈ പറയുന്ന 1650 രൂപയാണ് എങ്കിൽ അതേ 1650 രൂപയും ഞാൻ കൊടുക്കും. അതിൽ നിന്ന് 1 രൂപ പോലും കുറച്ചിട്ടല്ല ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്. എന്താണോ അതിൻ്റെ വില ആ വില ഞാൻ കൃത്യമായിട്ടും കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതാണ്. അതായത് ഈ ട്രാൻസ്പോർട്ടേഷനും ഇങ്ങനെയൊക്കെയുള്ള പല ചിലവുകളും ഇതിന് മേൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിലേക്ക് തരുന്നത്. കാര്യം ഈ ഷിപ്പിംഗ് ചാർജ് എല്ലാം പ്ലസ് ചെയ്യും. പ്ലസ് ചെയ്തിട്ട് അതിൽ ചെറിയൊരു ശതമാനം അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ തരുന്നത്. പിന്നെ അവരെ ലാഭം. അങ്ങനെയൊക്കെയാണ് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പോത്തീസ് അല്ലെങ്കിൽ രാമചന്ദ്ര അല്ലെങ്കിൽ നിങ്ങളൊരു കാറ് വാങ്ങാൻ ഒരു ഷോറൂമിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഈ ബാർഗിൻ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ആ സാധനത്തിന് നിങ്ങളൊരു ഷർട്ട് വാങ്ങി, ഷർട്ടിന് 1500 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ ബാർഗെയിൻ ചെയ്യില്ല. നിങ്ങൾ ഈ 1500 രൂപ അങ്ങനെ കൊടുത്തിട്ട് വരും. കാർ വാങ്ങാൻ പോകുമ്പോൾ കാറിന് 12 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറിന് ഡിസ്കൗണ്ട് തരുമോ, എനിക്ക് വില കുറച്ച് തരുമെന്ന് നിങ്ങൾ ഒരിക്കലും ചോദിക്കാറില്ല. അതേ സംഭവം. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. സാധനം വാങ്ങി നിങ്ങൾ വളരെ 150-500 രൂപ വരെയൊക്കെ സാധനങ്ങളായിരിക്കും ഓരോ ദിവസം ഓരോ കടയിൽ നിന്ന് വാങ്ങുന്നത്. അതിന് പോലും ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാണ് കടക്കാർ ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ പോയപ്പോഴൊക്കെ പലരും പറഞ്ഞ കാര്യം ഇതാണ്. ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ട് 10 രൂപയുടെ സാധനം വാങ്ങിയിട്ട് അത് 5 രൂപ കൊടുക്കുമെന്ന് ചോദിക്കുന്ന ടീമുകളുണ്ട്. അങ്ങനത്തെ ടീമുകളായിരിക്കണം ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ്, എൻ്റെ വീഡിയോ പല വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അതാണ് ഈ പല സോഴ്സിൽ നിന്ന് എടുക്കുമ്പോൾ ഒരേ സാധനം പല സോഴ്സിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ വില വ്യത്യാസം പല പ്രോഡക്റ്റിനും പല വില വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ട് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എനിക്ക് ലാഭം ഉണ്ടാക്കാനായിട്ടല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ ഉള്ള വ്യൂ, ഒരു 1K വ്യൂ, 2K വ്യൂ അല്ലെങ്കിൽ 3K വ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ
അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഉള്ളത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ 6 മാസം 7 മാസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഫേസ്ബുക്കിൽ നിന്നാലും അങ്ങനെയാണ് ചെറിയ രീതിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുവരെയ്ക്കും എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ആൾക്കാർ കൂടുതൽ കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ കിഷോറേനെ വിളിച്ചിട്ട് പല ആൾക്കാർ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം അത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ഒരുപാട് യൂട്യൂബർമാരുണ്ട്, അവരൊക്കെ ഒരുപാട് രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. ആ കൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ഞാൻ ഓരോ കടകളിൽ കയറി ഇറങ്ങി അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി നിങ്ങൾക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്നതാണ്. അതിനിടയിൽ കുറേ പേര് പറയുന്നുണ്ട് അത് ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആരെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങാതെയാണ്, 1 രൂപ പോലും ലാഭം ഉണ്ടാക്കാതെയാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇല്ലെങ്കിൽ ആ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകും. അത് നിങ്ങളുടെ താല്പര്യമാണ്. വീഡിയോ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.